റോഡപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് സർക്കാർ 25,000 രൂപ പ്രതിഫലം നൽകും. കേന്ദ്ര സർക്കാരിന്റെ റാഹ്വീർ പദ്ധതി തലസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചു. അപകടം നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ 1 മണിക്കൂർ വളരെ നിർണായകമാണ്. ഈ സമയത്ത് ചികിത്സ ലഭ്യമാക്കിയാൽ പല ജീവനുകളും രക്ഷിക്കാനാകും. അപകടം കണ്ടു നിൽക്കുന്നവർ നിയമക്കുരുക്കുകളെ ഭയപ്പെടാതെ സഹായത്തിന് മുന്നോട്ട് വരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവരെ ഗോൾഡൻ അവറിനുള്ളിൽ ആശുപത്രിയിലോ ട്രോമാ സെന്ററിലോ എത്തിക്കുന്ന ആർക്കും ഈ തുകയ്ക്ക് അർഹതയുണ്ട്. 25,000 രൂപയ്ക്ക് പുറമെ ഒരു സർട്ടിഫിക്കറ്റും ഇവർക്ക് ലഭിക്കും. ഒരു അപകടത്തിൽ ഒന്നിലധികം പേരെ രക്ഷിച്ചാലും ഒരാൾക്ക് പരമാവധി 25,000 രൂപയായിരിക്കും ലഭിക്കുക. കൂടാതെ വർഷത്തിൽ മികച്ച രീതിയിൽ സേവനം ചെയ്യുന്ന 10 പേരെ തിരഞ്ഞെടുത്ത് 1 ലക്ഷം രൂപയുടെ ദേശീയ പുരസ്കാരവും നൽകും. നിയമപരമായ നൂലാമാലകളോ പോലീസ് നടപടികളോ ഭയന്നാണ് പലരും സഹായത്തിന് മടിക്കുന്നത്. ഈ പദ്ധതി അത്തരം ആശങ്കകൾ അകറ്റുകയും പൗരന്മാരെ സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ജില്ലാ മജിസ്ട്രേറ്റ്, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ചീഫ് മെഡിക്കൽ ഓഫീസർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതി കേസുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും. തുടർന്ന് തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറും. ഈ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഓരോ ജില്ലയിലും ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിക്കും. ഇതിൽ പ്രധാനമായും 4 ഉദ്യോഗസ്ഥരാണുള്ളത്. അപകടത്തിൽപ്പെട്ടയാളെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന മെഡിക്കോ ലീഗൽ കേസ് രേഖകളാണ് പ്രാഥമിക തെളിവ്. സഹായിച്ച വ്യക്തിയുടെ പേരും വിവരങ്ങളും ആശുപത്രി അധികൃതർ രേഖപ്പെടുത്തും. അപകടം നടന്ന സ്ഥലം, സമയം, സാഹചര്യം എന്നിവ പോലീസ് പരിശോധിക്കും. സഹായിച്ച വ്യക്തിക്ക് അപകടവുമായി നേരിട്ട് ബന്ധമില്ലെന്നും അവർ ഉറപ്പുവരുത്തും. നിസാര പരിക്കേൽക്കുന്നവരെയല്ല, മറിച്ച് അടിയന്തര ശസ്ത്രക്രിയയോ തീവ്രപരിചരണമോ വേണ്ടിവരുന്ന ഗുരുതരമായ അപകടങ്ങളിൽ സഹായിക്കുന്നവർക്കാണ് മുൻഗണന. ഒന്നിലധികം പേർ ചേർന്ന് ഒരാളെ രക്ഷിച്ചാൽ സമിതി തീരുമാനിക്കുന്നതിനനുസരിച്ച് സമ്മാനത്തുക അവർക്കിടയിൽ വീതിച്ചു നൽകും. പ്രതിഫലത്തിനായി വ്യാജ അപകടങ്ങൾ സൃഷ്ടിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അവർക്കെതിരെ കർശന നടപടിയുമുണ്ടാകും.